ഹലോ ആ ഇന്നെന്താണാവോ? കഥയാണ് പറയണേ അല്ലേ? ആയിക്കോട്ടെ. ആ പറയാം. പണ്ട് പണ്ട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞൊരു ഏട്ടുണ്ടായിരുന്നു. ആ ഏട്ടന് നെയ്യപ്പം തിന്ന വലിയ ആഗ്രഹം തോന്നി. അപ്പൊ എന്തല്ലോ ആ ഉണ്ണിക്കുട്ടൻ പറഞ്ഞ ഏട്ടന്റെ അമ്മ എന്തല്ലോ നെയ്യപ്പം ഉണ്ടാക്കി കൊടുത്തു. ആ നെയ്യപ്പം തിന്ന് ഇങ്ങനെ ആ ഉണ്ണിക്കുട്ടൻ പറഞ്ഞ ഇങ്ങനെ ഏട്ടൻ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പൊ എന്തുണ്ടായി? ഒരു കാക്ക വന്നു. എന്തോന്നിങ്ങനെ കാക്കാന്ന് പറയുന്ന ശബ്ദം ആ ഏട്ടന് കേട്ടു. അപ്പൊ ഏട്ടൻ എന്നെ നോക്കി, എന്താ അവിടെ ഇത് ഇങ്ങനെ കാക്കാൻ ശബ്ദം കേട്ടു നോക്കി. അപ്പൊ എന്തായിരുന്നു? കാക്ക. ആ കാക്കി അമ്മ കാക്കയായിരുന്നു. ആ കാക്കച്ചില് അവന്റെ കുട്ടികൾക്ക് തിന്നാൻ എന്തെങ്കിലുണ്ടോന്ന് ഇങ്ങനെ തേടി നടക്കുന്നു. അപ്പോഴാണ് ആ ഉണ്ണിക്കുട്ടെന്ന് പറഞ്ഞ ഏട്ടന്റെ കയ്യിലോട് നെയ്യപ്പം. ആ കാക്ക ചോദിച്ച്, കുട്ടിയെ നിന്റെ പേരെന്താണ്? അപ്പൊ ചോദിച്ച ഏട്ടൻ, എന്റെ പേര് ഉണ്ണിക്കുട്ടൻ. അല്ല കാക്കേ, നിനക്കെന്താ തിന്നാണ്? എന്റെ കുട്ടികൾക്ക് എന്താ തിന്നാനൊന്നും കൊടുത്തില്ലേ? എന്റെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണം. കുഞ്ഞെ നിന്റെ കയ്യിലെ നെയ്യപ്പം തരുമോന്ന് ചോദിച്ചു. അപ്പൊ ആ കുഞ്ഞു ആ ഉണ്ണിക്കുട്ടന് വന്ന് ഏട്ടൻ പറഞ്ഞു ഇല്ലാന്ന്. കാക്കക്ക് വേഗം പറഞ്ഞു കൊട്ടല്. ആ നെയ്യപ്പം എവിടെ ഉണ്ട്? കാക്കട എന്ത് ഉണ്ണിക്കുട്ടന്ന് പറഞ്ഞ ഏട്ടൻ ജസ്റ്റ് നിർത്തി പോയി. നമുക്ക് ഇനി തുടങ്ങാം. പകുതിയല്ലേ? അപ്പൊ പകുതി വെച്ചാൽ തുടങ്ങാലോ. നമുക്ക് തുടങ്ങാം കട. ആയിക്കോട്ടെ. ആ കാക്ക നെയ്യപ്പം കൊട്ടിക്കൊണ്ട് പോയില്ലേ? ആ കാക്കയുടെ കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ വേണ്ടിട്ട് ഉണ്ണിക്കുട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി. എന്നിട്ട് അച്ഛൻ, അമ്മ, മുത്തശ്ശൻ എല്ലാരും കൂടി വന്നിട്ട് എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. ഉണ്ണിക്കുട്ടെന്ന് പറഞ്ഞ ഏട്ടന്. എന്നിട്ട് അവൻ കരഞ്ഞോണ്ട് പറഞ്ഞു, ആ ഏട്ടൻ എന്താ നെയ്യപ്പ കാക്ക കൊട്ടിക്കൊണ്ട് അതിന്റെ കുട്ടികളുടെ ഇരുന്നാണ്. എന്നിട്ടാ അമ്മ പറഞ്ഞു, ഉണ്ണിക്കുട്ടന്റെ അമ്മ പറഞ്ഞു, സാരല്ല വേറെ നെയ്യപ്പം ഉണ്ടാക്കി തരാലോന്ന് പറഞ്ഞു. അപ്പൊ ആ ഉണ്ണിക്കുട്ടൻ വേറെ നെയ്യപ്പം കഴിച്ച് സന്തോഷായിട്ട് ജീവിച്ചു. പിന്നെ ആ കാക്കി ആ നെയ്യപ്പം കുത്തി സന്തോഷായിട്ട് ജീവിച്ചു. കഴിഞ്ഞു കഥ. സൂപ്പർ കഥ. ഇനി എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാ. ഡ്യൂട്ടി ഫാമിലി വെച്ച് കുറെ സബ്സ്ക്രൈബും ചെയ്യാ. ഞെട്ട വീഡിയോയായി പിന്നെ കാണാം. നിന്റെ ചേച്ചി അതും കാണാൻ റെഡി ആയിട്ട് നിന്നോളൂ.